ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണുള്ളത്. കാലിക്കറ്റ് ബിസിനസ് കേരള ട്രേഡ് എക്സ്പോ നടത്തുന്നുണ്ട് മെയ് 26 തൊട്ടിട്ട് 29 വരെ. ഒരുപാട് ആൾക്കാർ ഇലക്ട്രിക് സംബന്ധമായിട്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാ സംശയങ്ങളും പുതിയ മോഡലുകളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എക്സ്പോയിൽ. നാളെ, അതായത് മെയ് 26-ാം തീയതി മുതലാണ് ഇവിടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പോയിലേക്ക് നിങ്ങൾ മാക്സിമം വരാൻ നോക്കുക. നിങ്ങൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള സംശയങ്ങളും അതേപോലെ തന്നെ പുതിയ വണ്ടികളുടെ മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു എക്സ്പോയിൽ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഇലക്ട്രിക് വണ്ടി സംബന്ധമായിട്ടല്ല, ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതൊരു മേഖല ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. നൗഷാദാണ്, ബിസിനസ് കേരള എന്നാണ്. ബിസിനസ് കേരള ഈ വർഷത്തെ 2ാമത്തെ ട്രേഡ് എക്സ്പോ ഉണ്ട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. മെയ് 26 മുതൽ 29 വരെയാണ് നമ്മുടെ എക്സ്പോ നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട്. വ്യത്യസ്തമായ 200ഓളം കമ്പനികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വാഹനങ്ങളുടെ സെക്ഷൻ ഉണ്ട്. വാഹന സെക്ഷനിൽ കാറ്, ബൈക്ക്, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 16ഓളം കാറ്റഗറിയിൽ നിന്നുള്ള ബിസിനസ്സായി ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ബിൽഡേഴ്സ് ഉണ്ട്, മെഷീനറികളുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്, FMCG മേഖലയിൽ നിന്ന് വരുന്നുണ്ട്, IT മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. 16ഓളം കാറ്റഗറിയിൽ നിന്നുള്ള അവരെ ഓപ്പർച്യൂണിറ്റികൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. അതിനൊപ്പം തന്നെ നമുക്കൊരു വെഡ്ഡിംഗ് സെക്ഷൻ വരുന്നത്. വെഡ്ഡിംഗ്, ഗോൾഡ്, കോസ്മെറ്റിക്സ്, ഓർണമെൻറ്റ്സ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് കോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം കൊറോണയ്ക്ക് ശേഷം ബിസിനസ് കേരള ഐക്കൺ മീഡിയ അക്കാദമി കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അവരുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള വേദികൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു വേദിയാണ് ഫസ്റ്റ് ടൈം ഇപ്പോൾ ഈ ഒരു വർഷം കൊറോണയ്ക്ക് ശേഷം ബിസിനസ് കേരള 2ാമതായിട്ട് ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ എരഞ്ഞിപ്പാലത്ത് വെച്ച് നടക്കുന്നത്. എല്ലാവരും സഹകരണം സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. 1ാമത്തെ ദിവസം ഇനാഗ്രേഷനാണ്. അതിൽ അബൂ സലീം സാറാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇനാഗ്രേഷൻ സെക്ഷനിൽ. അതിൽ ബ്രാൻഡ് അവാർഡ്, ബ്രാൻഡ് ലോഞ്ചിങ്, ബ്രാൻഡ് പ്രസൻറ്റേഷൻ ഒക്കെ വരുന്നുണ്ട്. 2ാമത്തെ ദിവസം 150 കമ്പനികളുടെ ജോബ് ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. 150 ഇപ്പോൾ ഒരുപാട് പേർക്ക് കൊറോണക്കാർ ജോലി നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ ഡയറക്റ്റായി നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഈ 150 കമ്പനികൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനുള്ള സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അത് രാവിലെ 27-ാം തീയതി 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരിക്കുക. 28-ാം തീയതി കേക്ക് മേക്കിംഗ്, മെഹന്തി ഫെസ്റ്റും നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീ സംരംഭകർ, ലേഡി സംരംഭകർ അവരുടെ വീടുകൾ മാത്രം ഇരുന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അതിന് പകരം പബ്ലിക്കിൽ അവരെ ഇറങ്ങിക്കൊണ്ടുവന്ന് അവരുടെ ഓപ്പർച്യൂണിറ്റി, അവരുടെ കഴിവുകളെയും പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തെ ദിവസം എൻ്റർടൈൻമെൻറ്റ് വിത്ത് ഫാഷൻ ഷോ ആണ്. ഫാഷൻ ഷോ നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഈ കൊറോണയ്ക്ക് ശേഷം നടക്കുന്ന ഈ ഒരു ബിഗ് ഇവൻറ്റിൽ നിങ്ങൾ സഹകരിക്കണം. കാരണം നമ്മൾ ഏതെങ്കിലും കാറ്റഗറി ബേസ് ചെയ്തിട്ട്, ഉദാഹരണത്തിന് ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പോ ആണ് നടക്കുന്നത്. ഇവിടെ ട്രേഡ് എക്സ്പോ ആയിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാർക്ക് അവർ ഓപ്പർച്യൂണിറ്റികൾ, സർവീസുകൾ, പ്രൊഡക്റ്റ് എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബിഗ് ഇവൻ്റാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. മീഡിയ വണ്ണാണ് മീഡിയ പാർട്ണർ, ധനമാക്സിനാണ് മാക്സിൻ പാർട്ണർ. അതുകൂടാതെ 125ഓളം വരുന്ന വ്ളോഗേഴ്സ് നമ്മുടെ ഈ 1ാമത്തെ ദിവസം ഇനാഗ്രേഷൻ സെക്ഷനിൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ 10ഓളം വ്ളോഗേഴ്സ് ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ പോലുള്ള പ്രത്യേകം സപ്പോർട്ട് ചെയ്യാൻ വരുന്ന നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തെയും സപ്പോർട്ടോടും കൂടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇവൻറ്റും കൂടിയാണ് കൊറോണയ്ക്ക് ശേഷം. എല്ലാവരും വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ഈ വാഹനങ്ങളെക്കുറിച്ചിട്ടും ബിസിനസ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജോലിനെ കുറിച്ചൊക്കെ എൻക്വയറി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ബിസിനസ് കേരളയോട് ഒരുക്കിയിട്ടുണ്ട്. താങ്ക് യു.